എൻ്റെ വീട്ടിൽ രണ്ടുമൂന്ന് പെണ്ണുങ്ങളുണ്ട്. പാമ്പെന്ന് കേട്ടാൽ അടുത്ത പഞ്ചായത്തിൽ ചെല്ലുന്നവരാണ് അവർ. പെണ്ണുങ്ങളെ പറയണ്ട, ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ബാല്യകാലം മുതൽ പാമ്പുണ്ട് എന്ന് എനിക്ക് തോന്നിയ സ്ഥലത്തൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഭയവും അറപ്പുമുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് പാമ്പ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാമ്പിനെ കൂട്ടുകാരാക്കി മാറ്റിയ, ഏറ്റവും വിഷമേറിയ പാമ്പിനെ പോലും പിടികൂടി രക്ഷപ്പെടുത്തി വനത്തിൽ കൊണ്ടുപോയാക്കുന്ന ഒരു വനിതയുടെ കഥ ഞാൻ കേൾക്കുന്നത്. നിങ്ങളും കേട്ടിട്ടുണ്ടാവാം ആ വനിതയുടെ പേര്. രോഷ്നി GS, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ബീറ്റ് ഓഫീസറാണ്. ഈ അടുത്ത കാലത്ത് രാജവെമ്പാലയെ പിടിച്ചാണ് വാർത്തയിലിടം നേടിയത്. ശ്രീമതി രോഷ്നിയുടെ ജീവിത കഥ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കേൾക്കാം. സ്വാഗതം. നമസ്കാരം സാർ. ഈ പാമ്പുമായിട്ട് പണ്ടേ പ്രണയം ഉണ്ടായിരുന്നോ? പണ്ട് പ്രണയിച്ചില്ല. ശരിക്കും കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് പ്രണയം തുടങ്ങിയത്. കാണുമ്പോൾ വലിയ പ്രണയം ഇല്ലായിരുന്നു. അതെ. ഇത് എങ്ങനെയാണ് ഈ പാമ്പുമായിട്ട് ഇത്ര അടുക്കാനിടയായത്? സാർ, വനം വകുപ്പിൽ വന്നതിന് ശേഷമാണ് ശരിക്കും. അതിനു മുന്നേ ഞാനൊരു പക്കാ നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊന്നും അങ്ങനെ ഞാൻ ഒരു മൂർഖൻ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് നീർക്കോലി, ചേര പോലെയൊക്കെ ഉള്ളത്, ചെറുതിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു മൂർഖനെയോ അണലിയെയോ ഒന്നും അധികം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ വനംവകുപ്പിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനൊരു ലൈസൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെറുതെ തോന്നിയൊരു താല്പര്യമാണ്. ഈ വെറുതെ ഒരു താല്പര്യം പാമ്പിന്റെ കാര്യത്തിൽ തോന്നണമെങ്കിൽ എന്തോ ഒരു മുജ്ജന്മ ബന്ധം ഉണ്ടായിരിക്കും. ശരിക്കും ചിലപ്പോൾ ഉണ്ടാവാം, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയോട് പോയി ചോദിക്കും, അമ്മ എന്തുവാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ധാരണയില്ല. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താണ്, എനിക്ക് തോന്നുന്നു ഞാൻ മഹാദേവന്റെ ഒരു ഡിവോട്ടിയാണ് പണ്ട് മുതൽക്കേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഇവിടെ കൊണ്ടെത്തിച്ചത്. മഹാദേവന്റെ കഴുത്തിൽ എപ്പോഴും ഒരാളുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് രാജവെമ്പാലയെ പിടിക്കുകയുണ്ടായി. ഈ ഏറ്റവും വീര്യം കൂടിയ എല്ലാവരെയും പിടിച്ചെന്ന് തോന്നുന്നു ഇതിനോടകം, അല്ലേ? ഏതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും തീവ്രവാദികളായിട്ടുണ്ടായിരുന്നവര്? അതിൽ ഒന്നാമത്തെ ആളാണ് കിങ് കോബ്ര, രാജവെമ്പാല. രണ്ടാമത്തെ ആള് നമ്മുടെ സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖൻ പാമ്പ്. മൂന്നാമത് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി. 4 കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നു. ഈ 4 പേരാണ് ശരിക്കും നമ്മുടെ കേരളത്തില് ഒരു മനുഷ്യന് ആപത്തുണ്ടാക്കാൻ കഴിവുള്ള പാമ്പുകൾ. ഇവര് 4 പേരുമാണ്. അതിൽ 3 പേരെ ഞാൻ സ്ഥിരമായിട്ട്, അതെ, കിങ് ആയിരുന്നു എനിക്ക് കിട്ടാതെ പോയത്. പക്ഷെ ഇവര് കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തെയും കിട്ടി. അതോടെ ജീവിതം സഫലമായി. എങ്ങനെയാണ് ഈ ഒരു പാമ്പ് വിജ്ഞാനകോശമാണല്ലോ ഇപ്പോൾ, അതെങ്ങനെയായി മാറിയത്? 2019 17 സർവീസിൽ വരുന്നത്. 19 ലൈസൻസ്. എനിക്ക് തോന്നുന്നു സാറ് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഉത്തരാവധ കേസ്, പാമ്പിനെ കൊണ്ടിട്ട് കടിച്ച് മരിച്ചിട്ടുള്ള. അതിനുശേഷമാണ് ശരിക്കും പാമ്പുകളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയമം കൊണ്ടുവരുന്നത്. പാമ്പുകളെ അല്ലെങ്കിൽ വന്യജീവികളെ റെസ്ക്യൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തൊടുന്നതിന് ലൈസൻസ് വേണം എന്നുള്ളൊരു നിയമം വരുന്നത്. അതെ, നമുക്ക് ഒത്തിരി ആൾക്കാർ റെസ്ക്യൂ ചെയ്യുന്ന, റെസ്ക്യൂ അല്ല മീൻസ് പാമ്പിനെ പിടുത്തക്കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാമ്പ് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും പാമ്പുകളെ പിടിക്കുന്നതിന് ലൈസൻസ് ഏർപ്പെടുത്തുന്നത്. 2019 അന്നിങ്ങനെ ലൈസൻസ് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു താല്പര്യം തോന്നി, പറഞ്ഞു എന്നെ കൂടി പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ ട്രെയിനിങ് അങ്ങനെ ഭയങ്കര ട്രെയിനിങ് ഒന്നും അല്ല സാർ. എന്താണ്, ഒരു രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് എന്താണ് പാമ്പുകളെന്നൊന്നും അതെ പറഞ്ഞു തരും. മീൻസ് വെനമസ് ഏതാണ്, നോൺ വെനമസ് ഏതാണ് എന്ന് കുറച്ച് കാര്യം പറഞ്ഞു തരും. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാമ്പിനെ കൊണ്ടിട്ടിട്ട് നമ്മളത് പിടിച്ച് കാണിച്ചു കൊടുക്കണം. അന്നേരം ഈ ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കുമ്പോൾ വികാരം എന്തായിരുന്നു? വികാരം ഇല്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം. അതെ. ഞാൻ ആദ്യം റെസ്ക്യൂ ചെയ്ത കോബ്ര ആയിരുന്നു. ഇതിനെ കൈകൊണ്ട് പിടിക്കാൻ അവസരം ഉണ്ടായോ അന്നേരം? അതോ അല്ലല്ല, നമ്മള് ഒരു സ്റ്റിക്ക് തരും, നമ്മുടെ ഒരു കുളത്ത് തരും.
ആ സ്റ്റിക്ക് വെച്ചിട്ടായാലും നമ്മൾ പിടിക്കണം, കൈ കൊണ്ട് വാലിൽ പിടിക്കണം. പിടിച്ചാൽ മാത്രമേ നമുക്കൊരു ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡാണ്. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാം, ഇതാണ് നമ്മുടെ വനംവകുപ്പ് പഠിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന നാട്ടുകാരെ അല്ല അല്ലേ? പാമ്പ് വീട്ടിൽ കയറിയാൽ നമ്മൾ വീട്ടുകാരെ റെസ്ക്യൂ ചെയ്യാനാണല്ലോ സാധാരണ നമ്മൾ പോകുന്നത്, എന്നിട്ട് പാമ്പിനെ കൊല്ലുകയും. അല്ല, അതെ അതെ. എന്നാലും പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ പാമ്പിന്റെ ജീവനും രക്ഷിക്കുവാണ്, ആ വീട്ടിൽ ഒരാളുടെയെങ്കിലും ജീവനും കൂടി രക്ഷിക്കുവാണ്. രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ വാലിൽ പിടിക്കേണ്ടി വരും. പിന്നെ പൈത്തണൊക്കെ ആണെങ്കിൽ സ്റ്റിക്കിലൊന്നും നിൽക്കില്ല, നമ്മൾ അല്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യണം. കഴുത്തിൽ പിടിക്കില്ല. കഴുത്തിൽ പിടിച്ച മീൻസ് നമ്മുടെ പാമ്പിൻ്റെ ബോൺസ് എന്നൊക്കെ പറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ കഴുത്തിനെ ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ആ ഭാഗത്തെ എല്ലുകൾ പൊട്ടിപ്പോയി അതിന് പിന്നെ ഫുഡ് വിഴുങ്ങാൻ പറ്റാതെ, കാരണം പെരുമ്പാമ്പെല്ലാം സ്വാളോയിങ് ആണ്, ചവച്ചല്ലല്ലോ. ഇവരാരും ചവച്ച് ഭക്ഷിക്കുന്നത്. പെരുമ്പാമ്പിനെ പിടിക്കാൻ നല്ല ആരോഗ്യം വേണ്ടേ? നല്ല ആരോഗ്യം വേണം. എന്നെക്കാൾ വെയിറ്റ് ഉള്ള പാമ്പിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് 54 കിലോയേ ഉള്ളൂ. 55-56 കിലോയ്ക്കുള്ള പാമ്പിനെ ഞാൻ അതെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ഇവരെ എങ്ങനെ പൊക്കാൻ പറ്റുമോ? അന്നേരം ഇല്ലല്ലോ. ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് റെസ്ക്യൂ കാണാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും, പക്ഷെ പാമ്പായതുകൊണ്ട് ആരും അടുത്തോട്ട് വരാറില്ല. അപ്പൊ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നത്. തൂക്കിയൊക്കെ എടുക്കും, കുഴപ്പമില്ല. കാരണം അതിന് അങ്ങനെ സഹായിക്കാൻ ആരും വരാറില്ല. ഞാൻ അധികം ആരെയും ഇൻവോൾവ് ചെയ്യിക്കാറില്ല. കാരണം ഇത് പെരുമ്പാമ്പൊക്കെ ഇങ്ങനെ ചാടിക്കടിക്കുന്ന സാധനമാണ്. ഭയങ്കരമായിട്ട് അണലി പെരുമ്പാമ്പൊക്കെ ഭയങ്കരമായിട്ട് എണീറ്റ് ചാടിക്കടിക്കും. അത് നമ്മുടെ മുഖത്തൊക്കെ വിഷമില്ലെങ്കിലും വെനമസ് അല്ല പെരുമ്പാമ്പ്. പക്ഷേ പട്ടി കടിക്കുന്നത് പോലെ നമ്മളെ കടിച്ചു പറിക്കും. അതിന്റെ പല്ലിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഈ നമ്മുടെ അറക്കവാള് പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കൊരുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് വിടുവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഭാഗം മൊത്തത്തിൽ കീറി വരും. ഇവരൊക്കെ നമ്മളെ ആക്രമിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ലാതെ ഉറപ്പായിട്ടും അല്ലാതെ ഈ പാമ്പുകളൊന്നും ഒരാളെ ഉപദ്രവിക്കില്ല. ഇല്ല. 119 പെരുമ്പാമ്പ് ഞാൻ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന കൂടെ സ്ത്രീകൾ വേറെ ഉണ്ടായിരുന്നോ? ഡിപ്പാർട്ട്മെന്റിലുള്ള കുറെ പേരുണ്ടായിരുന്നു. പുറത്തുള്ള 1-2 വോളണ്ടിയേഴ്സ് പേരുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പേര് വരുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട്. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി ചെയ്യുക എന്ന് പറയുന്നത് ട്രെയിനിങ് സമയത്തുള്ള പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇത് ഈ വിളിക്കുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് എത്തേണ്ടതൊക്കെ വരും അല്ലേ? അതൊക്കെ നമ്മൾ ജീവിതം അതിനുവേണ്ടി അങ്ങ് മാറ്റി വെക്കേണ്ടി വരും കുറേയൊക്കെ. ഉറപ്പായിട്ടും വേണ്ടി വരും. ഞാൻ രാത്രി സമയത്താണ് കൂടുതലും. ഇപ്പം ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പാമ്പ് പുറത്ത് പകലിറങ്ങാം എന്ന് പറഞ്ഞിരിക്കൂലല്ലോ, രാത്രിയല്ലേ വരുള്ളൂ. കൂടുതലും പെരുമ്പാമ്പെല്ലാം രാത്രിയാണ് ഇറങ്ങുന്നത്. 1 മണി 2 മണി സമയത്ത് 3 മണി ഈ അങ്ങനെയുള്ള സമയമാണ് കൂടുതലും പെരുമ്പാമ്പ് ഇറങ്ങുന്നത്. 1 മണി 2 മണി 3 മണി അത്രയും സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വിളിക്കുമ്പം എണീറ്റ് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇല്ല, ഞാൻ പറയാറ് പോലുമില്ല. ഞാൻ മിണ്ടാതെ എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എണീറ്റ് നമുക്കങ്ങനെ പോയി റെസ്ക്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും വേണം. കാരണം പോയിട്ട് പിറ്റേന്ന് വരുമ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും. ഹസ്ബൻഡിനും പാമ്പിനോട് സഹതാപമുള്ള ആളാണോ? ഇല്ല, പേടിയാണ്, ഇഷ്ടമാണ്. പക്ഷെ പേടിയാണ്. എന്നോട് പറയും, നീ പിടിച്ചോ, ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറയാറുണ്ട്. പക്ഷെ ചിലപ്പോൾ രാത്രിയൊക്കെ പിടിക്കുന്നത് എനിക്ക് അപ്പോൾ തന്നെ ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ പറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ എടുത്തോണ്ട് പോയി ഒത്തിരി രാത്രി ഉറക്കം നഷ്ടപ്പെടും എല്ലാവരുടെയും അല്ലേ? ഭർത്താവിന്റെ പ്രത്യേകിച്ച് അവരാരും അറിയാറില്ല. ഞാൻ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇപ്പൊ ഇല്ല. ദൂരദർശനിലെ ഒരു ആങ്കറായിട്ട് അവതാരകയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇവിടുന്ന് എങ്ങനെയാണ് ഈ പാമ്പുകളുടെ ലോകത്തേക്ക് ഒരു ഷിഫ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ വനം വകുപ്പിലേക്ക്? കാരണം ഇത് രണ്ടും 2 മേഖലയാണ് അല്ലേ? ക്യാമറയുടെ മുന്നിലെ ഒരു ജീവിതത്തിൽ നിന്ന് പാമ്പുകളുടെ മുന്നിലെ ജീവിതത്തിലേക്ക് എങ്ങനെ മാറി? ദൂരദർശനിൽ 2007 ഇപ്പോൾ 18 വർഷം വരെ ആവുന്നുണ്ട് ദൂരദർശനിൽ വന്നിട്ട്. പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു എനിക്ക് കുറച്ച് അഭിനയിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ദൂരദർശനിൽ അനൗൺസറെ വിളിക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കൊച്ചാണ്, കുറച്ചുകൂടെ വലുതായിട്ട് വരാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഡിഗ്രി കഴിയുമ്പോൾ അനൗൺസറെ വിളിക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അന്ന് സെലക്ഷൻ കിട്ടി, ദൂരദർശനിൽ കയറി. അത് കഴിഞ്ഞ് 2013 ആകാശവാണി, രണ്ടും സഹോദര സ്ഥാപനങ്ങളാണ്. ഞാൻ രണ്ടിടത്തും വർക്ക് ചെയ്തു. അപ്പോൾ അവിടെയുള്ളവർ തന്നെ പറയും, കാരണം ഇത് പെർമനൻറ്റ് പോസ്റ്റ് അല്ല, അവർ കോൺട്രാക്ട് ബേസിലാണ് എടുക്കുന്നത്. അവിടെ മിക്കവാറും എല്ലാ പോസ്റ്റും കോൺട്രാക്ട് ബേസാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി കൂടി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഫാമിലി കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയാണ് പിന്നീട് PSC കൂടി ക്ലാസ്സിന് വെറുതെയാണ് ശരിക്കും പോയിക്കൊണ്ടിരുന്നത്. യൂണിഫോമിനോട് പണ്ടേ ഒരു താല്പര്യമുണ്ട്. ഞാൻ ശരിക്കും SI യും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2 പരീക്ഷയാണ് ഒരുമിച്ച് എഴുതിയിരുന്നത്.
അപ്പോൾ SI ആയിരുന്നു എനിക്ക് പ്രതീക്ഷ, എനിക്ക് ഇഷ്ടം പോലീസായിരുന്നു. അങ്ങനെ SIയുടെ ഫിസിക്കലിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് SI ഇങ്ങനെ തട്ടിത്തെറിച്ചു പോയി. എന്തായിരുന്നു അവിടുത്തെ ആ പ്രശ്നം? അത് ഇത് മീൻസ് നമുക്കൊരു മാർക്കുണ്ടല്ലോ, മിനിമം മാർക്ക്. ഫിസിക്കലിലാണോ പോയത്? അല്ലല്ല, നമ്മുടെ ടെസ്റ്റിൽ മിനിമം മാർക്കിന്റെ ഒരു 1-2 മാർക്ക് എനിക്ക് കുറവായിരുന്നു, ലിസ്റ്റിൽ വന്നില്ല. അപ്പോൾ വന്നത് ബീറ്റ് ഓഫീസർ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, യൂണിഫോമിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അതിലങ്ങ് കയറി. പിന്നീട് ഞാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വനത്തിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി ഭയങ്കരമായിട്ടുള്ളൊരു എന്തുവാണ് ഭ്രാന്ത് പിടിച്ച ഇഷ്ടമായിരുന്നു. അതെ, ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം. കുറച്ച് ഞാനൊരു വർക്കഹോളിക് ആയിട്ടുള്ള, എനിക്ക് ഒരു 24 മണിക്കൂറും എൻഗേജ്ഡ് ആയിരിക്കാൻ താല്പര്യമുള്ള. ഈ വനത്തിലെ നിങ്ങളുടെ ജോലികൾ എന്തൊക്കെയാണ്? ഒരു ബീറ്റ് ഓഫീസർ എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ടതുണ്ട്? ശരിക്കും വനം വന്യജീവി സംരക്ഷണം, അതാണ് ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ജോലി. ഇപ്പോൾ നമ്മൾ സെക്ഷൻ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തുവാണ് ബീറ്റ് പോകണം എന്നാണ്. നമ്മൾ ഇത്ര ദൂരം നടന്ന് 16 കിലോമീറ്ററാണ് നമുക്ക്. ഇത്ര ദൂരം നടന്ന് വനത്തിനുള്ളിലൂടെ നടന്ന് എന്തെങ്കിലും മരങ്ങൾ മുറിച്ചിട്ടുണ്ടോന്നും എന്തെങ്കിലും വനത്തിനകത്ത് നിന്ന് മണൽ ഓഫീസർ നിരന്തരം വനത്തിൽ സഞ്ചരിക്കേണ്ട ആളാണ് അല്ലേ? അവിടുത്തെ നിരീക്ഷണമാണ് പ്രധാന ജോലി. അതായത് വന്യജീവികളുടെ സ്ഥിതി എങ്ങനെയാണ്, അതുപോലെ മരത്തിന്റെ സ്ഥിതി എന്താണ്, അവിടുത്തെ നീർച്ചാലുകൾ മര്യാദയ്ക്ക് ഒഴുകുന്നുണ്ടോ അല്ലെ, സസ്യജാലങ്ങൾ പോച്ചിങ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് എന്തുകൊണ്ട് കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമ്മുടെ ബീറ്റിനകത്ത് വരുന്ന അതിനെ ഈ ബീറ്റിന് നിങ്ങൾ പോകുമ്പോൾ വാഹനത്തിലാണോ പോകുന്നത്, നടന്നു പോകുന്ന സ്ഥലത്ത് കൂടിയാണോ പോകുന്നത്? മുൻപൊക്കെ ഒത്തിരി നടന്നാണ് പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ട്രക്ക് പാത്തുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒരുപാട് ഉള്ളിലൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദൂരം വരെ ബൗണ്ടറി ഒന്നും നിരീക്ഷിച്ചാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതെ, ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും. നിങ്ങളൊരു ഗ്രൂപ്പ് ടീമായിട്ടാണോ പോകുന്നത്, ഒറ്റയ്ക്കാണോ? അല്ല, നമ്മൾ ടീമായിട്ടാണ് പോകുന്നത്, ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. വാച്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ മുകളിലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ബീറ്റ് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാവുന്നു. ഒറ്റയ്ക്ക് അങ്ങനെ പോകേണ്ട സാഹചര്യം വരാറില്ല. ഇല്ല, അതെ, ഉറപ്പായിട്ടും. ഏത് ഫോറസ്റ്റ് റേഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലാണ്. അവിടെ ഇപ്പം നിലവിൽ സെക്ഷൻ ഓഫീസ് അല്ല, ഞാൻ RRT എന്ന് പറയും, റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുതകർമ്മ സേന. നമ്മുടെ വന്യമൃഗങ്ങൾ ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കര രൂക്ഷമാണല്ലോ, വന്യജീവി സംഘർഷം. അപ്പോൾ അതുകൊണ്ട് RRTകൾ ഇപ്പോൾ ഒത്തിരി രൂപീകരിക്കുന്നുണ്ട് സർക്കാർ. അപ്പോൾ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ജോലി എന്താ ശരിക്കും? പുറത്തിറങ്ങുന്ന വന്യജീവികളെ റെസ്ക്യൂ ചെയ്ത് തിരികെ ഉള്ളിലെ വനത്തിലേക്ക് കൊണ്ടുവിടുക. ശരിക്കും ഇത് ഈ കർഷകർ ജനുവിനായ പ്രശ്നങ്ങൾ നേരിടുന്നില്ലേ? ഈ വന്യജീവികളുടെ ഓവർ പോപ്പുലേഷൻ അവിടെ ഉണ്ടാകുന്നില്ലേ വനത്തിനുള്ളിൽ? കാട്ടുപന്നിയുടെ ഒക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. രാത്രിയായാൽ ആന, കാട്ടുപോത്തൊക്കെ പകല് തന്നെയാണ് വരുന്നത്, രാത്രി ആവേണ്ട കാര്യമില്ല. ആനയൊക്കെ ഒത്തിരി രാത്രി ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി 12 മണി കഴിഞ്ഞാൽ ആനയുടെ ഇത് വരുന്ന കോൾ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ? ആന ഇറങ്ങി എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോവും. നമ്മളെന്താണ് വെടിവെക്കും. വെടി മീൻസ് പടക്കമുണ്ട്. അതെ, പടക്കം, ചെറിയ അമിട്ട് പോലെയുള്ള പടക്കങ്ങളുണ്ട്. ഇത് പൊട്ടിക്കാണ് പതിവായി ചെയ്യുന്നത്. ഇപ്പോൾ ആനയ്ക്കത് വെടിയില്ല. അതെ, അങ്ങനെയാണ് ഓടിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു രീതി വെച്ചിട്ട് നമുക്കൊരിക്കലും എന്താണ് അതിനെ കുറ്റം പറയാൻ പറ്റൂല. കാരണം വനത്തിനുള്ളിലുള്ള ഒരു വന്യജീവിക്ക് ആവശ്യം ഫുഡും ഷെൽട്ടറും മാത്രമാണ്. അതിന് വേറെ കുടുംബം നോക്കണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഈ സാധനം രണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും ഇതിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവരെ പുറത്തോട്ട് ഇറക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എണ്ണം കൂടുന്നതും ഒരു കാരണമാണ്. അപ്പോൾ അത് വരുന്ന വഴിക്ക് കാണുന്നതിനെ ഫുഡ് എടുക്കുക എന്നുള്ളത്. അതെ, അപ്പോൾ അവിടെ മനുഷ്യരുണ്ടോ, അത് അവരുടെ താമസമാണോ, അവർ കൃഷി ചെയ്യുന്നതാണോ എന്നുള്ള ചിന്തിക്കാനുള്ളൊരു വിവേകം അതിനില്ലല്ലോ. പക്ഷേ അതുമായിട്ട് അടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ രണ്ട് സൈഡും എന്താണ് ഇനി ഡിലമ എന്ന് പറയാം. ഓക്കെ, നമുക്ക് തിരിച്ച് പാമ്പിലേക്ക് വരാം. പരിശീലനം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വയം പോയിട്ട് ഒരു പാമ്പിനെ പിടിച്ച അവസരം എന്തായിരുന്നു? ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി റെസ്ക്യൂ ചെയ്യുന്ന ഒരു പെരുമ്പാമ്പാണ്, പൈത്തണായിരുന്നു. അതൊരു വീടിന് കോഴിക്കൂടിനകത്തൊരു കോഴിയെ വിഴുങ്ങിയിട്ട് കിടന്ന ഒരു പൈത്തണിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പൊ തന്നെ ചാടിയിറങ്ങി പുറപ്പെട്ടു പോയി. പോയി. അന്ന് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞാൻ ഓഫീസിൽ നിന്ന് വണ്ടിയൊന്നും അല്ലായിരുന്നു, എൻ്റെ കാറിലാണ് പോയത്.
പോയി നല്ല രീതിയിൽ റെസ്ക്യൂ ചെയ്തു. ഈ ആട്ടിൻകുട്ടനെ അല്ല കോഴിക്കൂട്ടിനകത്ത് എങ്ങനെ ഇവനെ പിടിച്ചെടുക്കണ പണിയല്ലേ? കോഴിക്കൂട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മറ്റേ ചെറിയ കോഴിക്കൂടല്ല, വലിയ നെറ്റടിച്ച വലിയ വീട് പോലത്തെ കോഴിക്കൂട്. അകത്ത് നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന കോഴിക്കൂടായിരുന്നു. പക്ഷെ ഒത്തിരി കോഴിയില്ല, കുറച്ച് അത് കോഴിയെ വിഴുങ്ങിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിതിനെ പിടിച്ചു എന്ന് തോന്നുന്നതും പുള്ളി ഈ സാധനം തിരിച്ചങ്ങ് ഒമിറ്റ് ചെയ്യും. വിഴുങ്ങിയതിനെ ഒമിറ്റ് ചെയ്യും. കാരണം ഇത് ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിന് ഫാസ്റ്റ് മൂവ്മെന്റ് പറ്റത്തില്ല, വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ഇതിന്റെ വിചാരം എന്ന് പറയുന്നത് ഈ സാധനത്തിന് തിരിച്ച് തുപ്പിയിട്ട് ഓടി രക്ഷപ്പെടാം എന്നുള്ള ഒരു ഇതിൽ ഇത് കഴിച്ച ഫുഡ് തിരിച്ച് ഒമിറ്റ് ചെയ്യും. അപ്പോൾ അത് ഒമിറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ അത് ബാഗിൽ കയറൂല. അപ്പോൾ ഇത് അതൊരു കോഴിയെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒമിറ്റ് ചെയ്തു, ബാഗ് വെച്ചിട്ട് റെസ്ക്യൂ ചെയ്തു. അതായിരുന്നു ഫസ്റ്റ്. ഈ കോഴി അകത്ത് ചെന്ന ഉടനെ കോഴി ചത്തിട്ടുണ്ടാവുമല്ലോ? അത് ചത്തു, ഉറപ്പായിട്ട് ചാവും. എന്നിട്ട് ഇവൻ അനുസരണയോടെ കയറിയോ ബാഗിനകത്ത്? കുഴപ്പമില്ലായിരുന്നു, അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇവരെ എങ്ങനെ ബാഗിനകത്ത് കയറ്റുന്നു? ഇത്രയും വലിയൊരു ജീവിയല്ലേ, ഇവനെ ഈ സഞ്ചിക്കകത്ത് ചാക്കാണോ എന്താ ബാഗോ? ഇല്ല സാർ, അതൊരു നമുക്കൊരു കോട്ടൺ ബാഗാണ്. ചാക്കിൽ ഇതിന് ശ്വാസം കിട്ടൂല. അതുമല്ല ചാക്ക് കടിച്ച് മുറിച്ച് ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇങ്ങനെ അതിന്റെ ഈ ഭാഗം മൂക്ക് വെച്ചിട്ട് 2-3 തവണ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഈ ചാക്കൊരു നൂല് വെച്ചിട്ടുള്ള ഒരു ഇതാണ്, ഒരു കണക്ഷനാണ്. അപ്പൊ നൂലിങ്ങനെ അകലുമ്പോൾ ഒരു ചെറിയ സ്പേസ്, തല ഇറങ്ങുമെങ്കിൽ ഇതിന്റെ ബോഡി ഇത് ഫുള്ളും ഇറക്കിക്കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ചാക്ക് ഞങ്ങൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. കോട്ടൺ ബാഗാണ്, കോട്ടൺ ബ്ലാക്ക് കളറിലുള്ള ബാഗാണ്. ആ ബാഗ് എയർ സർക്കുലേഷൻ ഉള്ള ബാഗാണ്. അപ്പോൾ ആ ബാഗ് നമുക്ക് പൈത്തനാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഹുക്ക് ഉണ്ട്, ട്രയാങ്കിൾ ഷേപ്പാണ്. അതിൽ ഈ ബാഗ് കൊരുത്ത് ഒരു സഞ്ചി പോലെ ഇങ്ങനെ ആക്കും, എന്നിട്ടാണ് ഇതിനകത്ത്. അല്ല, ഇവനെ ഈ തല ഇതിനകത്തോട്ട് ഇടുവോ? കയറും. ഇത് പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഒരു ട്രാപ്പിലായി എന്ന് തോന്നിക്കഴിഞ്ഞാലും അല്ലെങ്കിലും അതിന് ഒരു ഡാർക്ക് സ്പേസ് കണ്ടാൽ അത് അങ്ങോട്ടേക്ക് അങ്ങ് പോകും. ഇത് എവിടെയെങ്കിലും ഒരു മാളം കാണുവാണെങ്കിൽ അതിന് രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടാണ് അത് മാളത്തിനുള്ളിലേക്ക് അങ്ങ് കയറി പോയിക്കോളും. അപ്പൊ നമുക്ക് സൗകര്യമാണ് ഇവനെ ഈ മാളമൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതെ, കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ചിലത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ ബാഗിന് എന്തേലും ഒരു സ്മെല്ലിന് വല്ല വ്യത്യാസം. കാരണം നമ്മൾ മുമ്പ് എടുത്ത പാമ്പ് എടുത്തിട്ട് കഴുകാതെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് മടിക്കും കയറാൻ. അങ്ങനെയാണെങ്കിലേ കുഴപ്പമില്ല, എന്നാലും കയറും, എപ്പോഴായാലും നമ്മൾ കയറ്റും. അന്ന് പിടിച്ച പാമ്പിന് ഏകദേശം എത്ര ഭാരം ഉണ്ടായിരുന്നു? അത് അത്ര സൈസ് അല്ലായിരുന്നു, ഒരു 10-25 കിലോ ഉള്ളായിരുന്നു. ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണോ പ്രധാന? എന്താ നമുക്ക് സർപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ്. അത് നമ്മുടെ വനം വകുപ്പിന്റെ തന്നെ ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ ഇത് പാമ്പിനെ കണ്ട ഉടനെ നമ്മൾ ഈ സർപ്പയിൽ അത് റിപ്പോർട്ട് ചെയ്യും. അതിൽ റിപ്പോർട്ട് സ്നേക്ക് എന്ന് പറഞ്ഞ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന പാമ്പിനെ ഇന്ന ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോട്ടിഫിക്കേഷൻ തന്നെ അതിൽ കിടക്കും. അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ റിലീസ് ചെയ്യുന്നത് വരെയുള്ള ഇതെല്ലാം നമ്മളതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ നാട്ടുകാർ ഇപ്പം ഒരാളുടെ വീട്ടിൽ ഒരു പാമ്പ് കിട്ടിയാൽ, പാമ്പിനെ കണ്ടു, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വനംവകുപ്പിനെ അറിയിക്കാൻ ഈ ആപ്പാണ് ഉപയോഗിക്കുന്നത്? അതെ, സർപ്പയുടെ ആപ്പിനകത്ത് കേരളത്തിലെ ലൈസൻസ്ഡ് ആയിട്ടുള്ള എല്ലാ വോളണ്ടിയേഴ്സിന്റെയും നമ്പേഴ്സ് ഉണ്ട്. ജില്ല തിരിച്ച് എല്ലാ ജില്ലയിലും ഉണ്ട്, കോർഡിനേറ്റേഴ്സിന്റെ ഉണ്ട്, ആൾക്കാരുടേതുണ്ട്. പിന്നെ നമ്മുടെ വനംവകുപ്പിന്റെ നമ്പറുണ്ട്, RRTയുടെ നമ്പറുണ്ട്, DFOയുടെ നമ്പർ, അങ്ങനെ ഒത്തിരി നമ്പേഴ്സ് കൊടുത്തു, കൺട്രോൾ റൂമിന്റെ നമ്പറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും അപ്പൊ തന്നെ ആള് വന്ന് റെസ്ക്യൂ ചെയ്തിട്ട് പോകും. ഈ പെരുമ്പാമ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പൈത്തൺ കഴിഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടിയ വിഷപ്പാമ്പ് ഏതായിരുന്നു? കോബ്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. വളരെ കൂടുതലുണ്ടല്ലേ? വളരെ കൂടുതൽ, നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കോബ്രയാണ്. സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന കണ്ണാടി മൂർഖൻ എന്ന് പറയുന്ന നമ്മുടെ സാധാ മൂർഖൻ പാമ്പ്. കരിമൂർഖനും ഉണ്ട്, പുല്ലാനി മൂർഖനും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അതാണ്. പക്ഷേ ഹൈലി വെനമസ് ആണ്. അതിനെ പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഭയമില്ലേ? ഈ പേടിയില്ല. അല്ല, ഇവനെ എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല, ശരിക്കും അങ്ങനെ മൂർഖൻ പാമ്പ് കടിക്കൂല. മൂർഖന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരിക്കും ഈ പാമ്പുകൾക്ക് വിഷൻ ബ്ലേഡ് ആണ്, ക്ലിയർ വിഷൻ അല്ല, ഒരു മങ്ങിയ കാഴ്ചയാണ്. അപ്പോൾ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്താണെന്ന് അതിന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇത് പത്തിയെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അനങ്ങുന്നതിനനുസരിച്ചാണ്, നമ്മുടെ മൂവ്മെന്റ്സിനനുസരിച്ചാണ് ഇത് പത്തി. അതാണ് സാർ നമ്മുടെ മകുടി ഊതുമ്പോൾ മകുടി ആട്ടുന്നതിനനുസരിച്ച് പാമ്പ് ആടുന്നത്. അപ്പോൾ ഡാൻസ് കളിക്കുന്നു നമ്മൾ പണ്ട് പറയുമായിരുന്നു മകുടി ഊതുന്നതിന്. പക്ഷെ ശരിക്കും ഈ മകുടി അനങ്ങുന്നതിനനുസരിച്ചുള്ള അതിന്റെ ഒരു മൂവ്മെന്റ്സ് ആണ് ശരിക്കും.
അപ്പോൾ ഇത് പത്തിയെടുത്ത് നിന്നാൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നതിനെയാണ് അതിന് കാണുന്നത്. ഇതിന്റെ ബാക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരിക്കലും മൂർഖൻ പാമ്പ് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പത്തിയുടെ പുറകിൽ ഉമ്മ വയ്ക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഇതിന്റെ പുറകിൽ ഇത് എന്ത് ചെയ്താലും അത് അറിയൂല. അപ്പോൾ ഇവന് ഈ സ്പർശനം വളരെ സെൻസിറ്റീവ് അറിയാൻ പറ്റും. നമ്മൾ വാലിലൊക്കെ പിടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് അറിയാൻ പറ്റും, ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഈ മൂർഖനെ വമ്പനായിരുന്നു അത്. മൂർഖൻ പാമ്പ് അത് ശരിക്കും രാത്രിയായിരുന്നു. അതെ, പക്ഷേ അത് റെസ്ക്യൂ ചെയ്തു. അന്ന് എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം മൂർഖൻ പാമ്പ് അന്നൊന്നും അത്ര അറിവില്ല. മീൻസ് ഞാൻ ആദ്യം ഈ കൊണ്ടിട്ട് തന്നതിനെ പിടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ ട്രെയിനിങ് സമയത്ത്. അല്ലാതെ ഫീൽഡിൽ നിന്ന് എടുത്തിട്ടില്ല. ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതെ, അതൊരു 7-7:30 മണി സമയത്തായിരുന്നു. അതെ, അവരുടെ വീടിന്റെ മതിലിനോട് ചേർന്നായിരുന്നു ഇരുന്നത്. അല്ലല്ല, പുറത്ത് തന്നെ ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഓടിപ്പോവും. ഇത് ഒരിക്കലും നമ്മളെ കാണുമ്പോൾ പിടിക്കാനൊരു സാഹചര്യം തരൂലല്ലോ. ഇത് ഓടിപ്പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഓടിച്ച് പുറകെ ആയാലും പോയി വാലിൽ പിടിക്കണം. വാലിൽ പിടിക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞോളൂ, അതിന് കൃത്യമായിട്ട് അറിയാം അതിനെ പിടിക്കുമ്പോൾ. അപ്പൊ തിരിച്ച് പെട്ടെന്ന് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. അപ്പൊ അതിനാണ് നമ്മുടെ ഹുക്ക്. ആ ഹുക്ക് വെച്ച് അത് പറ്റണം. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ആ ഹാൻഡിൽ ചെയ്യാനുള്ള, അത് നമ്മൾ ആ സാധനം വെച്ചിട്ട് ചെയ്ത് നമുക്കൊരു ഇതാവുന്നതാണ്. അല്ലാതെ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ അത്രത്തോളം വരണമെന്നില്ല. അങ്ങനെയാണെന്ന് അതിനെ റെസ്ക്യൂ ചെയ്തത്. അവൻ മര്യാദയ്ക്ക് കയറി കുഴപ്പമില്ലായിരുന്നു. പിന്നെ മനസ്സിലായി നമുക്ക് പറ്റിയ പരിപാടിയാണെന്ന് തോന്നി. പിന്നെ ആദ്യത്തെ മൂർഖനെ പിടിച്ചോടുകൂടിയാണ് ഒരു കോൺഫിഡൻസ് ആയത്. പിന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ പാമ്പിനെ പിടിക്കാൻ നമ്മളങ്ങ് ചെല്ലുമ്പം നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടാവില്ല, അവിടെ കുറെ പേരുണ്ടാവില്ല, ഒത്തിരി പേരുണ്ടാവും അല്ലേ? അവരിത് പിടിക്കുവോ ഇല്ലയോ എന്നൊരു സംശയത്തിലായിരിക്കുമല്ലോ നിൽക്കുക, ഒന്ന് കാണട്ടെ എന്നുള്ള മട്ടിൽ. അപ്പൊ ഇത് പിടുത്തം കഴിയുമ്പോൾ നാട്ടുകാരുടെ ഒരു അഭിനന്ദനമൊക്കെ വരുമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. അതെ, ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ട് കാണാൻ അവർക്ക് ഒരു ആകാംക്ഷയാണ്, ഇതെങ്ങനെ പിടിക്കുന്നു എന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ പാമ്പായതുകൊണ്ട് 99% പേർക്കും വന്യജീവികളിൽ പാമ്പിനെയാണ് ഭയം. അപ്പൊ അത് കാണാനായിട്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര അഭിപ്രായങ്ങളായിരിക്കും ചുറ്റും. അതെ, ക്യാമറ കാണും, മൊബൈൽ കാണും, ഇതെല്ലാം കാണും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. ടെൻഷൻ ആ സമയത്ത് നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇവരിങ്ങനെ മീൻസ് ഇപ്പൊ പാമ്പൊന്ന് എഴഞ്ഞു പോയാൽ പോയി, ഇനി കിട്ടൂല, അതിനകത്ത് കയറിയാൽ പിന്നെ കിട്ടൂല, ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഒരു നിമിഷ നേരത്തെ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഈ മൂർഖനും അണലിയും തമ്മിൽ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ വ്യത്യാസം എന്താ അവരുടെ പെരുമാറ്റത്തില്? അണലി ഭയങ്കര ഡേഞ്ചറാ. രണ്ടും വെനമസ് ആണെങ്കിലും അണലി എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റ് സെൻസിറ്റീവാണ് അണലി. അണലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അണലിയുടെ വാലിൻ്റെ അടുത്ത് നമ്മൾ നിന്നാലും ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഇത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് ചാടിക്കടിക്കും. കോബ്ര അങ്ങനെ ഒന്നും ചെയ്യൂല. കോബ്രയുടെ പുറത്ത് നമ്മൾ ചവിട്ടുവങ്ങാനും ചെയ്യുമ്പോൾ അതിന്റെ ശരീരം വേദനിക്കുമ്പോൾ മാത്രമാണ് അത് വെനം ഇഞ്ചെക്ട് ചെയ്ത് കടിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇരയെ എടുക്കുമ്പോഴാണ് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷേ അണലി അങ്ങനെയല്ല. അണലിയുടെ അണലി വളരെ മീൻസ് നമ്മുടെ ഹിന്ദിയിൽ ദബോയ്യ റസലി എന്ന അണലിയുടെ ഇത് പറയുന്നത് ശാസ്ത്രീയ നാമം. ദബോയ്യ എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമം ദബോയ്യ റസലിയാണ്. പക്ഷെ ദബോയ്യ എന്ന് പറഞ്ഞാൽ ഹിന്ദി വാക്കാണ്. അതെ, പതുങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ അമങ്ങിക്കിടക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മണ്ണിന്റെ കളറുമാണ് ആളിന്. അപ്പോൾ ഇതിങ്ങനെ തല താഴ്ത്തി വെച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് പതുങ്ങി കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്തുകൂടി പോയാൽ തന്നെ ഇത് ചാടിക്കടിക്കും. പക്ഷെ മൂർഖമാമ്പ് ഒരിക്കലും അങ്ങനെ കടിക്കൂല. പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാടി കടിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടാണ് കടിക്കുന്നത്. അതെ, പേടിച്ചിട്ട് കടിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ശരീരം വേദനിക്കണമെന്നില്ല. ഇല്ല. പക്ഷെ മൂർഖമാമ്പ് അങ്ങനെ കടിക്കും. ഭയങ്കര അഗ്രസീവാണ്. പക്ഷെ പേരുദോഷം മുഴുവൻ മൂർഖനാ, അല്ലേ? അതെ, നമുക്ക് റെസ്ക്യൂ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അണലിയാണ്. കാരണം ഇത് നമ്മൾ
അധികം നമ്മൾ വാലിൽ പിടിക്കൂല. മൂർഖനൊക്കെ നമ്മൾ വാലിൽ പിടിക്കും, അണലിയെ നമ്മൾ വാലിൽ പിടിക്കൂല. വാലിൽ പിടിച്ചാൽ കറങ്ങി തിരിച്ച് നമ്മളെ കടിക്കും അല്ലേ? അപ്പൊ ഈ ഹുക്ക് കൊണ്ട് മാത്രമാണോ ഇവനെ പിടിക്കാൻ പറ്റുക? ഹുക്ക് കൊണ്ട് നമ്മൾ പിന്നെ ഇച്ചിരി വലിയ സൈസൊക്കെ ആണെങ്കിൽ അധികം മൂവ്മെന്റ്സ് കുറവായിരിക്കും, അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, കിടക്കും, അമങ്ങി കിടക്കും. അപ്പോൾ നമ്മൾ വളരെ സ്ലോലി ഈ സ്റ്റിക്ക് പതുക്കെ വെച്ച സ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ കോരിയെടുത്ത് ആ ബാഗിൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കുമ്പോൾ അളം കയറി പോവും. അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് കുറെ. ഇങ്ങനെ ഈ കോരുമ്പോഴാവും പ്രതിഷേധിക്കില്ലേ? ഇല്ല ഇല്ല, വലിയ പ്രശ്നം ഉണ്ടാക്കൂല. നമ്മൾ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അണലിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം തോന്നും. അതിൻ്റെ ഒരു ക്രൂര മുഖമാണ്. പക്ഷെ മൂർഖനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു പത്തിയൊക്കെ എടുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. എനിക്കൊന്നും അത്ര ഭംഗി തോന്നിയിട്ടില്ല. നമുക്ക് ശരിക്കും നല്ലൊരു മൂർഖൻ പാമ്പ് പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പുറകത്തെ ഷേപ്പിലുള്ള ഒരു അടയാളവും അതിന് സ്പെക്ടക്കിൾഡ് മാർക്ക് എന്ന് പറയുന്ന അതാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ശരിക്കും അത് കാണുമ്പോൾ തന്നെ. കുഞ്ഞു മൂർഖനൊക്കെ കുഞ്ഞുങ്ങൾ പുറത്ത് വിരിഞ്ഞിറങ്ങുമ്പോൾ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കും. അതിങ്ങനെ പത്തി താക്കൂല, കുഞ്ഞുങ്ങളല്ലേ, എപ്പോഴും ഇങ്ങനെ പത്തി. ഭയങ്കര രസമാണ് കാണാൻ. ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന മൂർഖനെ പിടിച്ചിട്ടുണ്ടോ? മൂർഖൻ പാമ്പിൽ കുഞ്ഞുങ്ങൾ ഉള്ളതുണ്ട്, മുട്ടയിട്ടിരിക്കുന്നത് കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും കിട്ടാറുണ്ട്. ഈ ഒരു മൂർഖന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം എത്ര കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ടാവും? മൂർഖൻ പാമ്പിന് 30 മുതൽ ഒരു 40-45 വരെയൊക്കെ മുട്ട ഉണ്ടാവും. അതെ, ഒരു ഇരട്ട സംഖ്യ പോലെ 30, 32, 34, 36 ആ ഒരു രീതിയിലാണ് വരുന്നത്. അണലി അതുപോലെയാണ്. ഇതെല്ലാം സർവൈവ് ചെയ്യുമോ മിക്കവാറും എണ്ണം? എല്ലാം സർവൈവ് ചെയ്യില്ല, കാരണം പാമ്പുകൾ മുട്ടയിട്ട് അടയിരിക്കാറില്ല. ഒരു വളരെ റെയറായിട്ടുള്ള പാമ്പ് മാത്രമാണ് അമ്മ പാമ്പ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മുട്ടയിട്ടിട്ട് പോവാണ് ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഈ വിഷപ്പാമ്പുകളുടെ എണ്ണം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാമ്പുകളെ കിട്ടുന്നത് സിറ്റിയിൽ നിന്നാണ്. അതിന്റെ കാരണം എന്താ? അതിന് കാരണം എന്ന് പറയുന്നത് എന്തുവാണ്? വേസ്റ്റ് ഡംപിങ്. എലി കൂടുതൽ സിറ്റിയിലാണ്. വേസ്റ്റ് വരുന്നിടത്താണ് കൂടുതൽ എലികൾ വരുന്നത്. എലികളെ പിടിക്കാനാണ് പാമ്പ് വരുന്നത്. അതുമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിൽ നിന്ന് പിടിക്കുന്ന പാമ്പുകളൊക്കെ ഭയങ്കര നല്ല ഭയങ്കര അതെ മുഴുത്ത പാമ്പുകളാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫുഡുണ്ട് അതിന്. പിന്നെ നാട്ടിൻപുറത്തുനിന്ന് കിട്ടാറുണ്ട്, പക്ഷേ റെയറാണ് നമുക്ക്. അല്ലെങ്കിലും നാട്ടിൻപുറത്തുനിന്ന് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമ്മളെ റെസ്ക്യൂറെ വിളിച്ച് പിടിച്ചോണ്ട് പോകാനൊന്നും പറയാറില്ല. മുൻപൊക്കെ തല്ലിക്കൊല്ലുമായിരുന്നു, ഇല്ല, വളരെ കുറവാണ്. അതെ. മുൻപ് നമ്മൾ പാമ്പിനെ കണ്ട എന്താണ് കൊല്ലുക, അതിനപ്പുറം വേറൊരു ചിന്തയില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കൊല്ലുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ ഒരു ചിന്ത ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടി എന്തോ കടിച്ചു, ഇതുപോലെ മേശയുടെ അടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ കടിച്ചു. എലിയായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. ആ കുഞ്ഞിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പിന്നീട് അതിനെന്തോ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ കുട്ടി മരിച്ചുപോയി. അങ്ങനെ പോലീസ് ഞങ്ങളെ വിവരം അറിയിച്ച് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഒരു മൂർഖൻ പാമ്പായിരുന്നു. ഒരു ക്രൈറ്റ്, കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നത്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും വെനമസ് ആയിട്ടുള്ള പാമ്പാണ്. ഒരു ദിവസം രാത്രി ഇതുപോലെ പോയി റെസ്ക്യൂ ചെയ്തായിരുന്നു. ബാഗിലാക്കി കാറിൻ്റെ ഡിക്കിയിലിട്ടിരുന്നു. അപ്പോൾ രാവിലെ എന്തുവാണ് ഹസ്ബൻഡ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി കാർ എടുത്തോണ്ട് പോയിട്ടൊക്കെ വന്നു. ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഓഫീസിൽ പോയി. പാമ്പിനെ എടുത്ത് വെക്കണമല്ലോ, അങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ പാമ്പ് അതിനകത്തില്ല, ബാഗിനകത്ത് പാമ്പില്ല. നമ്മൾ പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ പാമ്പിനെ പിടിച്ചോണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? വെള്ളനാട് ഭാഗത്ത് ഇവർ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെരുമ്പാമ്പ് ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ചെറുതാണ് പെരുമ്പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം ചെന്നപ്പോൾ പറഞ്ഞു, അന്നാ ഞങ്ങൾ പിടിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ ഒരു നല്ല എന്താണ് മുറ്റണലിയായിരുന്നു. കുരങ്ങിന്റെ ഒരു കുഞ്ഞിനെ അങ്ങനെ ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിന്റെ അമ്മയച്ഛനും മരിച്ചു പോയായിരുന്നു. അപ്പൊ ഈ അച്ഛന്റെ നെഞ്ചിലാണ് ആ കുഞ്ഞിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ആ കുഞ്ഞ് അതിലിരിക്കുമായിരുന്നു. തീരെ കുഞ്ഞായിരുന്നു. തീരെ കുഞ്ഞ്, ഒരു 3-4 ദിവസം. ശരിക്കും അതിനെ വിടാൻ തോന്നിയില്ല. കുപ്പിയിൽ പാല് കൊടുത്ത് 1 വയസ്സ് വരെ ഞാൻ വളർത്തി. കൊണ്ട് റിലീസ് ചെയ്യാൻ നിർബന്ധിതയാവേണ്ട അവസ്ഥ ഉണ്ടായി. അത് വളരെ വേദന ഉണ്ടാക്കിയ ഒരു ദിവസമായിരിക്കുമല്ലോ അത്. പറഞ്ഞാൽ പോലും ഞാൻ കരയും. സച്ചിൻ തെണ്ടുൽക്കർ ട്വിറ്ററിൽ എക്സില് അദ്ദേഹം ലോകം മുഴുവൻ അറിയുന്ന മട്ടിലാണ് അത് ഇട്ടത്. ഇങ്ങനെ ഒരു ധീര വനിത രാജവെമ്പാലെ പിടിച്ചിരിക്കുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നു, അദ്ദേഹമൊക്കെ എവിടെ ഇരിക്കുന്നു. ഇനി ആരും കമന്റ് പറയണ്ട, എനിക്കും മതി.